ഇപ്പൊ തമ്മി തല്ലുന്ന എന്ത് തീരുമാനിക്കാനാ? അതറിയാനല്ല ഞങ്ങൾ നിൽക്കണം. എന്നാ ഞാനും നിക്കാം. എന്താണ് രാഷ്ട്രീയത്തിൽ മാത്രമല്ലേ ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ ലുലു പോയി മുണ്ടുപോയി കാണിക്കുന്നതാണ് എന്ന് അഖിൽമാരാർ പറയുകയും അവസരം കിട്ടുമ്പോൾ നേരെ ബിഗ് ബോസിലേക്ക് പോവുകയും ചെയ്യും. അഖിൽമാരാർ കോൺഗ്രസിന്റെ സ്ഥാനത്ത് ആഗ്രഹിച്ച് കിട്ടാതാകുമ്പോൾ നേരെ NDA ഫോൾഡിലേക്ക് പോവുകയും ചെയ്യും. ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ഇതിന്റെ പക്കാ നിലപാട് മാറ്റം എന്താ പറയുന്നത്? ഗാന്ധിയോട് കമ്പയർ ചെയ്യല്ലേ? മോശമാണ്. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി ഉണ്ടായതുകൊണ്ടും ആ ജനങ്ങളെ ഞങ്ങൾക്ക് വേണമെന്ന് കരുതി കോൺഗ്രസ് പല വേദികളും വിളിച്ചു. അവിടെ സീറ്റ് അവർ എനിക്ക് നേരെ പോകുന്ന NDA-ലോട്ടാ പോകുന്നത്. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ നല്ല പുള്ളി കിട്ടിയത് ഇതൊരു നടക്ക് പോണ കേസല്ല. NDA എന്നല്ല, ഞാൻ എവിടെയും പോകും. എന്താ ലക്ഷ്യം? എന്താ അത്രേ ഉള്ളൂ നിലപാട്. നിലപാടെന്ന് വെച്ചാൽ നിലപാട് ജനങ്ങളെ രക്ഷിക്കാൻ പലപാടെന്നാ പറയണ്ടേ? അതല്ല ഉദ്ദേശം. എന്റെ നിലപാട് എന്റെ നാട്ടിൽ എന്റെ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതാണ് നിലപാട്. ആ എന്നിട്ട് ഹിന്ദു മുസ്ലിം മതവിദ്വേഷം എനിക്ക് ഇവിടുന്ന് ന്യായീകരിക്കാൻ പറ്റില്ല. കാര്യം അത് അടിസ്ഥാനപരമായി പറ്റാത്തോണ്ടാണ്. കേരളത്തിൽ വർക്കൗട്ട് ആവുന്നുണ്ടോ? ഒരിക്കലുമല്ല. പോയല്ലേ? എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. എന്തെങ്കിലും അഖിൽമാരാർ സവർക്കർ പ്രൊമോട്ട് ചെയ്ത് എങ്ങനെയാണ്? എനിക്ക് സവർക്കർ എന്നും എനിക്ക് മഹാത്മാഗാന്ധിയെക്കാട്ടും ഇഷ്ടമാണ് സുഭാഷ് ചന്ദ്രബോസിനെ. എനിക്ക് ഗാന്ധിയോടൊന്നും ഒരു ആരാധനയില്ല. അതാ നിന്റെ വിഷമം അല്ല? അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഇതിന്റെ വധത്തിൽ പ്രതിചേർക്കപ്പെട്ട നിയമത്തിന്റെ പഴുതിൽ രക്ഷപ്പെട്ടു പോയ മുടിയനായ പുത്രൻ തിരികെ വന്നാൽ ബ്രിട്ടീഷുകാരെ അങ്ങയുടെ പൈതൃകവാദാനല്ല എനിക്ക് എന്താണ് വഴി എന്ന് പറഞ്ഞ് ദാസ്യത്തിന്റെ ഭാഷയിൽ മാപ്പ് എഴുതി കൊടുത്ത സവർക്കർ പ്രൊമോട്ട് ചെയ്യും. ഇവൻ പൊട്ടനാണോ? ആദ്യം മാപ്പോറുണ്ട് എന്നോട് ചോദിക്കണം, അഖിലെ നമ്മൾ പെട്ടുപോയി, അഖിൽ തൃക്കാക്കര മത്സരിക്കാൻ പോകുന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കും. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച ചെവുക്കലടിച്ച് ഞാൻ പറിക്കും. 25-ാം തീയതി ഞാൻ സാബു ജേക്കബിനോട് വന്നതാണ്. സാർ എനിക്ക് വേണം തൃക്കാക്കര ഞാൻ മത്സരിക്കും. ഒരു കയ്യബദ്ധം. തീരുമാനിച്ചുറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? എന്തോ ആകലെ ഇത് വെയിറ്റ് ചെയ്യ്, മറുപടി പറയാം. ഇതിന് മറുപടി പറഞ്ഞാൽ തനിക്ക് താണുണ്ടോ? പുരുഷന്മാരെ മൊത്തം അവമാനിക്കാണ്ട് തന്നെ പോലെ ഒറ്റ മതിയല്ലോ. ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ ഒരു മിനിറ്റ് കളിയാക്കി ചിരിക്കലല്ല. ഞാൻ പറയുന്ന ലേശം കൂടുതലാണ്. നിലപാട് അത് പലപാടാണ്. സ്വതന്ത്ര ഇന്ത്യൻ പൗരന് നിലപാട് എഴുതാൻ അറിയാവോ അഖിൽമാരെ? കിട്ടിയ മുതലും പലിശ ചേർത്ത്